നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. മറ്റൊന്നുമല്ല, ലെബനിലേക്ക് ഇസ്രായേൽ വലിയ ആക്രമണം നടത്തുന്നു, നിരവധി നാശനഷ്ടങ്ങൾ സംഭവിപ്പിക്കുന്നു. അത് താൽക്കാലികമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി മാറുന്നു. അതിന് തിരിച്ചടിയായി തങ്ങളുടെ സഖ്യകക്ഷിയായ ലെബനെ ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തുന്നത് വേറെ എങ്ങുമല്ല, ഇസ്രായേലിലേക്കാണ്. 10ഓളം ബലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് കുതിച്ചെത്തി എന്നാണ് വിവരം. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു മിസൈലുകൾ എങ്കിൽ പോലും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വാർത്ത, ഇറാനിലേക്ക് ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നു. ഇറാനിലെ വിവിധ നഗരങ്ങളിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ പോകുന്നു എന്ന് വിചാരിച്ച ഇടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറെ സങ്കീർണമായ ഒന്നാണ്. കാരണം ഈ യുദ്ധം കാരണം നമ്മളടക്കമുള്ള ലോകരാജ്യങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. പെട്രോളിൻ്റെ, ഡീസലിൻ്റെ, ഗ്യാസിൻ്റെയൊക്കെ വില വർദ്ധിക്കുന്നു. പല സാധനങ്ങൾക്കും വലിയ ഷോർട്ടേജ് അനുഭവപ്പെടുന്നു. അവിടെയാണ് ഈ പ്രശ്നം വീണ്ടും വഷളാവുകയും മറ്റും ചെയ്യുന്നത്. സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ എങ്ങും സജീവമായി ഇല്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇതടക്കം നിരവധി വാർത്തകൾ വിശദമായി പരിശോധിക്കാം. തലക്കെട്ടുകൾ. ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേലിലേക്ക് വീണ്ടും ഇറാന്റെ മിസൈൽ വർഷം. രാജ്യത്തുടനീളം സൈറനുകൾ മുഴങ്ങി. ബൈറൂത്ത് ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയെന്ന് ഇറാൻ. മിസൈലുകളെല്ലാം തടുത്തുവെന്ന് ഇസ്രായേൽ. ഇറാനെ ചാരമാക്കുമെന്ന് മുന്നറിയിപ്പ്. ഇറാനിൽ ഇസ്രായേലിന്റെ തിരിച്ചടി. ടെഹ്റാൻ, തബ്രീസ് നഗരങ്ങളിൽ സ്ഫോടനം. ബെയ്റൂട്ടിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. തിരിച്ചടിക്കരുതെന്ന് ഇസ്രായേലിനോട് അമേരിക്ക. വ്യോമഗതാഗതം നിർത്തി ഇറാഖ്. ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കാൻ ഇറാൻ. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സേന അതീവ ജാഗ്രതയിൽ. ഇറാനെ പ്രകോപിപ്പിച്ചത് ലെബനിലെ ഇസ്രായേൽ ആക്രമണം. ഹിസ്ബുള്ള ആസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘനമെന്ന് ഇറാൻ. ഖത്തറിലെ US സൈനിക കേന്ദ്രമായ അൽ ഉദൈദ് വ്യോമത്താവളം തകർത്തതായി സ്ഥിരീകരണം. യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകൾ. 4 മാസങ്ങൾക്ക് ശേഷം സമ്മതിച്ച അമേരിക്ക. സാമ്പത്തിക നേട്ടത്തിൽ മസ്കിന്റെ പുതിയ ചരിത്രം. കോടീശ്വരനല്ല, ഇനി മസ്ക് കോടീശ്വരൻ. നിലവിലെ വിനിമയ നിരക്ക് വെച്ച് 10 ലക്ഷം കോടിക്കരികെ. ആസ്തി മിക്ക രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് മുകളിൽ. നേതൃത്വ തലവേദനയായി KPC പുനഃസംഘടന. അവകാശവാദം ഉന്നയിച്ച് 10 നേതാക്കൾ. 5 MP രംഗത്ത്. മുഴുവൻ സമയ ചുമതലയുള്ള അധ്യക്ഷനെ ഉടൻ നിയമിക്കണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. മലയോര മേഖലകളിൽ പ്രത്യേക മുന്നറിയിപ്പ്. അഭിപ്രായ ഭിന്നതകൾക്കിടെ ഇന്ത്യ സഖ്യം യോഗം ഇന്ന്. DMK വിട്ടുനിൽക്കും. കോൺഗ്രസിനെ പ്രതിഷേധം അറിയിക്കാൻ CPM-ഉം JMM-ഉം. തെക്കൻ ഫിലിപ്പൈൻസിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത. ഫിലിപ്പൈൻസിലും ഇന്തോനേഷ്യയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ്. ഇസ്രായേലിന് നേരെ ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണമുണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇക്കാര്യം IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, സമ്മതിച്ചിരിക്കുകയാണ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്ത് ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് ഇതെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. 10ഓളം ബലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തി. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം, അയൺ ഡോം സംവിധാനം ഈ മിസൈലുകൾ തകർത്തു എന്നാണ് വിവരം. പക്ഷേ ചില മേഖലകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് IDF വ്യാപകമായി, രാജ്യവ്യാപകമായി സൈറനുകൾ മുഴക്കി ജനങ്ങൾ ബങ്കറുകളിലേക്ക് മാറണം എന്നും മറ്റും അവകാശപ്പെട്ടു. വരാനിരിക്കുന്ന ഇറാന്റെ തുടരാക്രമണങ്ങളെല്ലാം, മിസൈൽ ആക്രമണം നേരിടാനും ചെറുക്കാനും ഇസ്രായേൽ ഒരുങ്ങിയെന്നാണ് ഇസ്രായേൽ എന്ന രാജ്യം നൽകുന്ന വിവരം. BV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇപ്പോൾ കുറേ നാളുകളായി ഇസ്രായേൽ ആക്രമണത്തിന് വിധേയമായിരുന്നില്ല, നമുക്കറിയാം. ഈ ഒരു സമാധാന ശ്രമങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ പിന്നെയും. പക്ഷേ അവരുടെ കയ്യിലിരിപ്പുണ്ട്.
ലെബനൻ അവർ ആക്രമിക്കുന്നു, സമാധാന കരാർ ഉണ്ടാക്കിയ ശേഷമാണ് ആ ആക്രമണം, അതിനുള്ള തിരിച്ചടി എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. രഞ്ജിത്ത്, വൻ ആശങ്കയാണ് പശ്ചിമേഷ്യയിൽ നിറയുന്നത്. കാരണം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വെടിനിർത്തലിൻ്റെ പശ്ചാത്തലം, ആ കരാർ ഒരിക്കൽ കൂടി നീട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇത് പുരോഗമിക്കുന്നതിനിടെയാണ് ലെബനിലേക്ക് തുടരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. അതിന് തിരിച്ചടിയായി ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുക്കുന്നു. അയൺ ഡോമുകൾ ഉപയോഗിച്ച് അത് പ്രതിരോധിച്ചുവെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഇസ്രായേലിൽ നാശനഷ്ടം ഉണ്ടായി എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇടപെടലുണ്ടായിരുന്നു. അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അടിയന്തര ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സംഘർഷത്തിലേക്ക് പോകരുത് എന്ന ഒരു നിർദ്ദേശമാണ് ട്രംപ് ഇസ്രായേലിന് നൽകിയിട്ടുള്ളത്. നെതന്യാഹുവുമായി ട്രംപ് ടെലിഫോണിൽ സംഭാഷണം നടത്തി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അമേരിക്കക്കാരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ സൈനികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ്. കാരണം സംഘർഷത്തിലേക്ക്, കൂടുതൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് കണ്ടതോടുകൂടി തന്നെ അമേരിക്ക അവരുടെ സൈനികർക്ക് ജാഗരൂകരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാകണമെന്ന് നിർദ്ദേശം നൽകി. പക്ഷേ ആഴ്ചകളായി അമേരിക്കയിൽ ഈ യുദ്ധത്തിനെതിരെ തന്നെ നിലപാട് സ്വീകരിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. ഈ സൈനികർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, ഇതെല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെയും കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയൊരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേലിന് ട്രംപ് നൽകിയിട്ടുള്ളത്. അതുതന്നെയാണ് വൻ യുദ്ധഭീഷണി ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണത്തോടുകൂടി. ഇറാൻ തുടർച്ചയായ മിസൈലുകൾ വിക്ഷേപിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമാധാന ചർച്ചകൾ പോലും ഇപ്പോൾ അനിശ്ചിതത്തിലായ പശ്ചാത്തലമുണ്ട്. യുദ്ധത്തിന് പൂർണ്ണമായി സന്നദ്ധമാകണമെന്ന നിർദ്ദേശം അമേരിക്കൻ സേനയ്ക്ക് വൈറ്റ് ഹൗസ് നൽകിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് ആണ് വിനോദ് റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. അവിടെയാണ് ഇറാന്റെ പടിഞ്ഞാറൻ വ്യോമാതിർത്തി അടച്ചതായി വാർത്താ ഏജൻസി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലെബനെ ആക്രമിച്ചതിന് മറുപടിയാണ് എന്ന് ഇറാൻ ഇത് വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സമാധാന കരാർ സാധ്യമാകണമെങ്കിൽ ലെബനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സമാധാന കരാർ ലംഘിക്കുക എന്നുള്ളത് ഇസ്രായേൽ കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. പ്രസിഡന്റ് ട്രംപ് നേരത്തെ വിനോദ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള നിലപാടിലേക്ക് എത്തുമ്പോഴാണ് നെതന്യാഹു ഇതനുസരിക്കാതെ വീണ്ടും ശത്രുരാജ്യങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെ ഇറാനിലേക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. 3 നഗരങ്ങൾ അവർ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ടെഹ്റാനിലേക്കും ഇസ്ഫഹാനിലേക്കും തബ്രീസിലേക്കും ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതായത് അമേരിക്കയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പോകാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ്. നേരത്തെ തന്നെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഒന്നാമത്തെ ആവശ്യമായി ഇറാൻ മുന്നോട്ട് വെച്ചത് ലെബനെ ആക്രമിക്കരുത്, ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തരുത് എന്നതായിരുന്നു. പക്ഷേ അത് നേരത്തെ ലംഘിച്ചു എന്നത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരെ ലെബനിലേക്ക്, ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിലേക്ക് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ അയച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായത്. മാത്രമല്ല രഞ്ജിത്ത്, ഇവിടെ അടിമുടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിഴച്ചു എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇറാനെ അവർ ചെറുതായി കണ്ടു. അതിനുള്ള തിരിച്ചടി ഇപ്പോൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. സാമ്പത്തികമായും സൈനിക അടിസ്ഥാനത്തിലുമൊക്കെ തന്നെ ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അവർ കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നാശം നേരിടേണ്ടി വരുന്നു എന്നത് തന്നെയാണ് പ്രധാനമായും. ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ഇറാന് മേലുള്ള അധിനിവേശം, അതൊരു 4 ആഴ്ച കൊണ്ട് ഈ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഇറാനെ ഇല്ലാതാക്കാം എന്നതായിരുന്നു പ്രഖ്യാപനം. അതൊരു പരസ്യമായ പ്രഖ്യാപനമാണ്. അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് 4 ആഴ്ച കൊണ്ട് ഇറാനെ തീർക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി ഇറങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു. വീണ്ടും വെടിനിർത്തൽ ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയാകട്ടെ ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല, ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു, അവസാനിപ്പിക്കാൻ കഴിഞ്ഞതുമില്ല എന്നൊരവസ്ഥയിൽ അമേരിക്ക എത്തി നിൽക്കുന്നു. അമേരിക്കയെ പലപ്പോഴും ഈ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത് ഇസ്രായേലാണ്. ആ ഒരു നിലയ്ക്ക് ഇസ്രായേൽ മാറ്റമുണ്ടാക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ലെബനിലേക്ക് നടത്തിയ ആക്രമണം തന്നെയാണ് ഇപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഉണ്ടാക്കുന്ന അനരണങ്ങൾ ചെറുതായിരിക്കില്ല. കാരണം ഗൾഫ് മേഖലയിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും ഇറാൻ്റെ ആക്രമണമുണ്ടായി. ഈ തരത്തിൽ അമേരിക്കയെ സഹായിക്കുന്ന, അമേരിക്കയ്ക്ക് വ്യോമത്താവളങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുകയാണ്. ഇനിയും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട്.
തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ച് തീർച്ചയായും ആക്രമണം ഉണ്ടാകും, അത് കരുതിയിരുന്നോളൂ എന്ന കാര്യമാണ് ഇറാൻ പറയുന്നത്. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഇറാൻ പറയുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ കത്തിച്ച് ചാമ്പലാക്കുമെന്ന ഒരു വെല്ലുവിളിയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന്റെ ഭാഗത്ത്. അതാണ് ഇതിനിടയിൽ ഇസ്രായേലിന്റെ തിരിച്ചടി ഇറാനിലേക്ക് സംഭവിക്കുകയാണ്. ടെഹ്റാൻ, തബ്രിസ് നഗരങ്ങളിലാണ് നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ വലിയ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ബെയ്റൂട്ടിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് തിരിച്ചടിക്കേണ്ട എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശം മറികടന്ന് പൂർണ്ണമായും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇറാന്റെ മിസൈൽ വേധ നീക്കങ്ങൾ നേരിടാനും ചെറുക്കാനും ഇസ്രായേൽ പൂർണ്ണമായും ഒരുങ്ങിയെന്ന് പറയുന്ന പശ്ചാത്തലം കൂടി. അതേസമയം ഈ ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സേന അതീവ ജാഗ്രത പുലർത്തുന്നു. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്, കുവൈറ്റിലും UAE പല ഭാഗങ്ങളിലും ബഹറിലും മറ്റും വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണവും മറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കുകയും മറ്റും ചെയ്തിരുന്നു നേരത്തെ. ഇറാൻ ഈ വിഷയത്തിൽ വീണ്ടും ആ മേഖല ആക്രമിക്കപ്പെടുമെന്നുള്ള മുന്നറിയിപ്പും ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രധാനമാണല്ലോ. ഇപ്പോൾ ഗൾഫ് മേഖല വീണ്ടും ആശങ്കയിലേക്ക് കടക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ വിനോദ്. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ IRGCയുടെ അവരുടെ റവല്യൂഷണറി ഗാർഡിൻ്റെ അറിയിപ്പ് ഔദ്യോഗികമായി തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അത് ഒരു ഇസ്രായേലിൻ്റെ അവകാശവാദം മാത്രമല്ല, ഈ 3 നഗരങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നത് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇറാൻ നടത്തിയ ആക്രമണം, ഏതാണ്ട് 10 അധികം ഭൂഖണ്ഡാന്തര മിസൈലുകൾ പ്രയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, ആ തരത്തിലേക്ക് പോകാൻ കഴിഞ്ഞു ഇറാന് എന്നതാണ്. അവിടെ അവസാനിക്കുന്നില്ല. ഇപ്പോൾ IRGCയുടെ ഈ അറിയിപ്പ് വരുമ്പോഴും അവർ പറയുന്നത് തിരിച്ചടി തുടരും എന്ന് തന്നെയാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിൽ തങ്ങൾ തളർന്നു പോകുന്നില്ല, അമേരിക്കയും ഇസ്രായേലിനെയും ഉറപ്പായും ആക്രമിക്കും എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധത്തിലേക്ക് പോകരുത് എന്നൊരു നിലപാട് അമേരിക്ക എടുത്തിട്ടുണ്ട്. ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ഈ സമാധാന കരാറുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്, അതിന് തടസ്സമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നൊരു നിലപാട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം, അങ്ങനെ ഒരു നിർദ്ദേശമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേൽ എടുത്തിരിക്കുന്ന നിലപാട് ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ കത്തിക്കും എന്ന നിലയ്ക്കാണ്. ഇറാനും ആ തലത്തിൽ തന്നെ നിൽക്കുന്നു. ലെബനനെ ആക്രമിച്ചതോടുകൂടിയാണ് ഇറാൻ ഒരു പ്രത്യാക്രമണം എന്ന നിലയിലേക്ക്, അവരുടെ സഖ്യരാഷ്ട്രത്തെ ആക്രമിച്ചതോടുകൂടിയാണ് അങ്ങനെ പുറപ്പെട്ടത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഇറാനിൽ എത്തിയിട്ടുണ്ട്. അവിടെ സമവായ ചർച്ചകൾ നടക്കുന്നുണ്ട്. മധ്യസ്ഥ രാഷ്ട്രം എന്ന നിലയിലാണ് പാകിസ്ഥാൻ്റെ ഇടപെടൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ മധ്യസ്ഥ ചർച്ചകൾ നടക്കുമ്പോഴും കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് മറ്റൊരു വസ്തുതയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയും കൂടുകയാണ്. ബാരലിന് $84 എന്ന നിലയിലേക്ക് താഴ്ന്നിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ അത് ഉയരുകയാണ്. ഈ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ തുറന്നുകൊടുത്ത രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് മലയാളികൾ ധാരാളമുള്ള രാജ്യങ്ങളാണ്. അവിടെയൊക്കെ തന്നെ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്കയും ഭീതിയും അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന കാര്യവും നമുക്ക് മുന്നിലുണ്ട്. നേരത്തെ നടന്ന ആക്രമണങ്ങളിൽ 5 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഈ യുദ്ധം ഉണ്ടാകുമോ എന്ന ആശങ്ക വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. ടെഹ്റാൻ, ഇസ്ഫഹാൻ, തബ്രീസ് എന്നീ 3 നഗരങ്ങൾ ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ ഇറാന് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഹോർമൂസും അതോടൊപ്പം തന്നെ ആണവ നിർവ്യാപനവും, ഈ 2 കാര്യങ്ങളിൽ തട്ടിയാണ് ചർച്ചകൾ മുന്നോട്ട് പോകാതിരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വന്നിരിക്കുന്നത് $24 ബില്യൺ ആസ്തികൾ, അത് ഇറാൻ്റെ ആസ്തികൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അമേരിക്ക പറയുന്നതിനുള്ളൊരു ന്യായം, ഇറാൻ്റെ ആക്രമണം നേരിട്ട ഗൾഫ് രാജ്യങ്ങളുണ്ട്, അവർക്കുണ്ടായ നാശനഷ്ടം പരിഹരിക്കുന്നതിന് ഇറാൻ്റെ ആസ്തികൾ ഇങ്ങനെ ഫ്രീസ് ചെയ്യുന്നു എന്ന തരത്തിലാണ്. ഇത് ഇറാൻ ഉണ്ടാക്കുന്ന ബാധ്യത, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. കാരണം ഗാർഗ് ദ്വീപിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ശേഖരിക്കുന്ന ഇടമാണ്. ഈ ഉൽപ്പാദനം യുദ്ധത്തിൻ്റെ പേരിൽ ഉടനെ നിർത്താൻ പറ്റില്ല, അതൊരു തുടർ പ്രക്രിയയാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എണ്ണ കടലിൽ ഒഴുക്കുന്നു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ വലിയ സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടാകുന്നു. അവിടുത്തെ റോഡുകൾ മുഴുവൻ തകർത്ത് കളയുന്നു. കാരണം സൈനിക വ്യൂഹങ്ങൾ സഞ്ചരിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. അവർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധം ഒരു വശത്ത്, അവരുടെ സമുദ്ര ഉപരോധത്തിലൂടെ എണ്ണ കച്ചവടം
അത് തടസ്സപ്പെടുത്തുന്ന മറ്റൊരു നില, മറ്റ് രാജ്യങ്ങളോട് ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങരുത് എന്നുള്ള നിർദ്ദേശം, അങ്ങനെ പരിപൂർണമായി അവരെ സാമ്പത്തികമായും മറ്റും ഞെരുക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ്. പക്ഷേ അവിടെ ഒന്നും തന്നെ ഈ നിമിഷം വരെ ഇറാൻ തളരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അമേരിക്ക പറയുന്നത്, ഇറാനെ പൂർണ്ണമായും തകർത്തു, അവരെ തീർത്തു എന്നൊക്കെ പറയുമ്പോഴും മിസൈൽ ആക്രമണം, അതിനുള്ള ആയുധമൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് അവരുടെ പക്കലുള്ളത് എന്നുള്ളത് അത്ഭുതകരമാണ്. കാരണം ഇത്രയധികം ആക്രമണങ്ങൾ, നാശനഷ്ടങ്ങൾ നേരിട്ട ഒരു രാജ്യമാണ്. അവരുടെ ആയുധ ശേഖരത്തിൻ്റെ 50%-ലധികം നശിച്ചുപോയി എന്നൊക്കെ അമേരിക്ക വീരവാദം അടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ആക്രമിക്കാനുള്ള കരുത്തുണ്ട്, തൻ്റെ ഇടമുണ്ട്. അവർ ഇസ്രായേലിനെ പോലും ആക്രമിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. വേണമെങ്കിൽ അമേരിക്കൻ താവളങ്ങളിലും വലിയ നാശനഷ്ടം അവർ സൃഷ്ടിച്ചേക്കാം. അങ്ങനെ പശ്ചിമേഷ്യയിലൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം, ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ആശങ്കയുണ്ട്. വിമാന റൂട്ടുകളടക്കം ഇപ്പോൾ അടച്ചിട്ടുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രദേശത്തുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണ്. താൽക്കാലികമായി ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് ദിവസങ്ങൾക്കകമാണ് ഇസ്രായേൽ ഈ ഒരു കടുങ്കയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നടപടിയെന്നൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുമ്പോഴും അത് ഈ സമാധാന ചർച്ചകളിൽ ഉണ്ടാക്കിയ ഒരു പിന്നോട്ട് പോക്ക് ചെറുതല്ല. ബെയ്റൂട്ടിലെ അവരുടെ ആസ്ഥാനങ്ങളിലേക്ക്, ഹിസ്ബുള്ളയുടെ ആസ്ഥാനങ്ങളിലേക്ക് IDF ആക്രമണം നടത്തിയായി നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുകയും ഇറാനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ പ്രധാനമായും ഇറാൻ നടത്തിയത്. മറ്റു വാർത്തയിലേക്ക്, ഏതാണ്ട് 2 പതിറ്റാണ്ടോളമായി പശ്ചിമേഷ്യയിലെ US-ന്റെ യുദ്ധതന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിരുന്ന ഖത്തറിലെ US സൈനിക കേന്ദ്രമായ അൽ ഉദൈദ് വ്യോമത്താവളം പൂർണ്ണമായും തകർത്തതായി സ്ഥിരീകരണം. അതേസമയം ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ല എന്നും US സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങിയിട്ട് ഇന്നലെയാണ് 100 ദിവസം പിന്നിട്ട്. ആദ്യ സമയത്ത് തന്നെ ഈ വ്യോമത്താവളം പൂർണ്ണമായും ഇറാൻ തകർക്കാനായി എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ ഒരു അവകാശവാദം ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ പോലും അമേരിക്ക അത് ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, കമ്പൈൻഡ് എയർ ഓപ്പറേഷൻ സെൻറ്ററിൽ 1ലധികം ഇറാനിയൻ മിസൈലുകൾ പതിച്ചിരുന്നു. ഇതോടെ വ്യോമകേന്ദ്രം പ്രവർത്തനരഹിതമായി. US അന്ന് സ്ഥിരീകരിച്ചില്ല. ഒടുവിൽ യുദ്ധം തുടങ്ങി 4 മാസങ്ങൾക്ക് ശേഷം ഇറാൻ യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ഒരു നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് ഒരു വമ്പൻ തിരിച്ചടിയായിരിക്കുകയാണ് എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ US ഇതുവരെ ഉള്ള കനത്ത നഷ്ടങ്ങളിൽ ഒന്നാണ് ഇത് എന്നും വിലയിരുത്തേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യുദ്ധതന്ത്രങ്ങൾ രൂപീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഈ ഉദൈദ് എന്ന് പറയുന്ന സ്ഥലം, അൽ ഉദൈദ് സൈനിക കേന്ദ്രം. അവിടെയാണ് അത് പൂർണ്ണമായും തകർക്കാൻ ഇപ്പോൾ ഇറാന് സാധിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അത് സമ്മതിച്ചിരിക്കുകയാണ് അമേരിക്ക. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഇന്നലെയാണ് നമ്മുടെ മലയാളികളെ, സിനിമയെ സ്നേഹിക്കുന്ന, ഹാസ്യത്തെ സ്നേഹിക്കുന്ന മലയാളികളെ ആകെ ദുഃഖത്തിലാക്കി സലിം കുമാർ നടൻ അന്തരിച്ചത്. മിനിഞ്ഞാന്ന് രാത്രിയാണ് അന്ത്യം സംഭവിച്ചത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം, ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ അന്ത്യകർമ്മങ്ങൾ നടത്തി. സംസ്കാര ചടങ്ങിന് തൊട്ട് മുൻപ് സലിം കുമാറിൻ്റെ വീട്ടുവളപ്പിലുണ്ടായ ഒരു സംഭവം, അത് മലയാളികളെയൊക്കെ നാണിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മരണവീട്ടിൽ പാലിക്കപ്പെടേണ്ട സാമാന്യ മര്യാദകൾ അവിടെ നടത്തിയോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരം ചില പ്രവർത്തികൾ ഉണ്ടായി എന്നുള്ളത് അതീവ ദുഃഖകരവും ഖേദകരവുമാണ്. സംസ്കാര ചടങ്ങിനെത്തിയ യൂട്യൂബ് ചാനലുകളോട് മകൻ സലിം കുമാറിൻ്റെ മകൻ ചന്തു സലിം കുമാർ വളരെ കോപത്തോടെ പെരുമാറുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പിതാവിൻ്റെ വിയോഗത്തിൻ്റെ വിഷമത്തിൽ നിൽക്കുന്ന ചന്തുവിന് പോലും ഇത്തരത്തിൽ സഹികെട്ട് പ്രതികരിക്കേണ്ടി വന്നതാണ് ചർച്ചകളുടെ ഒരു ഗൗരവം വർദ്ധിപ്പിച്ചത്. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ്. കാരണം ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു എന്താണ് ഈ ചന്തുവിന് സംഭവിച്ചത്, സാധാരണ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല, പക്ഷേ സഹികെട്ടാണ്. മൊബൈലുകളുടെ ഒരു പ്രളയമായിരുന്നു അവിടെ, സംശയമില്ല. സലിം കുമാറിൻ്റെയൊക്കെ ആവശ്യപ്രകാരം
മൃതദേഹത്തിൻ്റെ അസ്ഥികളൊന്നും പുഴയിൽ ഒഴുക്കുകയോ മറ്റ് ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ മൊബൈൽ ഫോണുകളുമായി ഓൺലൈൻ മാധ്യമങ്ങൾ, ഓൺലൈൻ മീഡിയകൾ അവിടെ തിക്കിത്തിരക്കിയത്. അത് വല്ലാതെ ആ കുടുംബത്തെ അസ്വസ്ഥമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശനും സമാനമായി തന്നെ വലിയ തോതിൽ പ്രതികരിച്ചു. സതീശൻ്റെ മറ്റൊരു മുഖം കൂടി അവിടെ വന്നവർ കാണുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. അതും പ്രധാനപ്പെട്ട ഒന്നാണ്. സതീശനും നിങ്ങൾ മാറി നിൽക്കൂ, ആ കുടുംബത്തിന് പ്രൈവസി കൊടുക്കൂ എന്ന് പറഞ്ഞ് സതീശനും പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെയാണ് ചന്തുവും ഇത്ര പരുഷമായി പ്രതികരിക്കേണ്ട ഒരവസ്ഥ വന്നത്. ഇത് കടുത്ത വിമർശനം ഇതിനെ തുടർന്ന് ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ ഉയർന്നിട്ടുണ്ട്. മരണവീട്ടിൽ പോലും പരിസരബോധമില്ലാതെ പെരുമാറുന്ന ഇത്തരക്കാർക്കെതിരെ അവർ തന്നെ സ്വയം നിയന്ത്രിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉയരുകയും മറ്റും ചെയ്തത്. ഇതെന്തായാലും സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. അതിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പല സുഹൃത്തുക്കളും ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ അവരുടെ പ്രധാനപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിന്ധു രാജീവ് എന്ന സോഷ്യൽ മീഡിയയിലുള്ള സിന്ധു രാജീവ് പറഞ്ഞത്, ക്യാമറ കണ്ണുകൾക്ക് മുൻപിൽ പ്രൈവസി നഷ്ടപ്പെടുന്ന മരണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. വീട്ടുവളപ്പിൽ അന്ത്യകർമ്മങ്ങൾ നടക്കവേ പ്രിയപ്പെട്ടവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാനോ ചടങ്ങുകൾ മര്യാദയ്ക്ക് ചെയ്യാനോ ഉള്ള ഇടം നൽകാതെയാണ് പല ഓൺലൈൻ മാധ്യമങ്ങളും ക്യാമറകളുമായി ഇരച്ചു കയറിയത്. കലാകാരൻ ജനങ്ങളുടേതാണ്, പക്ഷേ അയാളുടെ മരണം കുടുംബത്തിൻ്റെ കൂടെയാണ്. ഇത് വലിയ ക്രൂരതയാണ്, മാധ്യമപ്രവർത്തനമല്ല. വ്യൂവർഷിപ്പ് കൂട്ടാനുള്ള നെട്ടോട്ടത്തിനിടയിൽ നഷ്ടപ്പെടുന്നത് മനുഷ്യത്വമാണ് എന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ തിരിച്ചറിയണം എന്നാണ് സിന്ധു രാജീവ് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. സന്ധ്യ അനിൽ ജഗന്നാഥനും, ഇത് ഏതാനും എനിക്ക് കിട്ടിയ ചില കാര്യങ്ങൾ മാത്രമാണ്, ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. സന്ധ്യ അനിൽ ജഗന്നാഥനും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ നിന്ന് പ്രതികരിക്കേണ്ടി വന്ന ഒരു മകൻ്റെ ഗതികേടിനെക്കുറിച്ചാണ്, പൊട്ടിത്തെറിക്കേണ്ട വന്ന ഒരു മകൻ്റെ ഗതികേടിനെക്കുറിച്ചാണ്. അവൻ്റെ സങ്കടവും ദേഷ്യവുമാണ് പൊട്ടിത്തെറിയായി പുറത്തു വന്നത്. സ്വാഭാവികമാണ്, മരണവീടാണ്, അച്ഛൻ്റെ ശരീരമാണ്. ഇങ്ങനെ ഒരു ഗതികേട് ഒരു മരണവീട്ടിലും ഉണ്ടാവരുത്. പക്വതയും വിവേകവും സന്ദർഭത്തിനനുസരിച്ച് ആർജിച്ചെടുക്കാൻ കഴിയണം എന്നുള്ള നിർദ്ദേശം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വിചാരമുണ്ടാകേണ്ട, സ്വയം ജാഗ്രത കാട്ടേണ്ട സന്ദർഭങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. ഇതിപ്പോൾ ആദ്യമായല്ല, നമുക്കറിയാം ശ്രീനിവാസൻ്റെ മരണസമയത്തും സമാനമായി തന്നെ സംഭവിച്ചിരുന്നു. കുടുംബം ഇടപെട്ടാണ് മാധ്യമങ്ങൾക്കൊക്കെ അവിടെ പ്രവേശനം നിഷേധിക്കുകയും മറ്റും ചെയ്തത്. സമാനമായി തന്നെ പല കാര്യങ്ങളിലും ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് താനും. അഭിപ്രായ ഭിന്നതകൾക്കിടെ ഇന്ത്യ മുന്നണി യോഗം ഇന്ന് ചേരും. DMK യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. കോൺഗ്രസിന്റെ നിലപാടുകളിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കാനുള്ള തീരുമാനത്തിലാണ് CPM-ഉം JMM-ഉം. മനു ഫല ചേരുന്നു. മനു, എന്താണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ സംഭവിക്കുന്നത്? 23 പാർട്ടികൾ പങ്കെടുക്കുമെന്നാണല്ലോ അവകാശവാദം. അത്രയുമെങ്കിലും പാർട്ടികൾ എത്തുമോ? 23 പാർട്ടികൾ പങ്കെടുക്കുമെന്നാണ് ജയറാം രമേശ് അവകാശപ്പെടുന്നത്. ഏതായാലും ശരത് പവാർ വിഭാഗം NCP വരാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും അത് കണ്ടറിയേണ്ട കാര്യമാണ്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും വിട്ടുനിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. സ്വാഭാവികമായും DMK ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. DMK ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കും ഇല്ല എന്ന നിലപാട് സ്വീകരിച്ചു. നമുക്കറിയാം, തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിൻ്റെ ഭാഗമായി കോൺഗ്രസ് മാറിയത് തങ്ങളെ വഞ്ചിച്ചതാണ് എന്നാണ് DMKയുടെ ഒരു നിലപാട്. സ്വാഭാവികമായും DMK ഇതിൽ നിന്ന് മാറുകയാണ്. CPIM-നും വലിയ വിമർശനം ഈ ഇന്ത്യ മുന്നണിയോടുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിൽ ഉടനീളം കോൺഗ്രസിന് ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ CPM-ഉം BJP-യും തമ്മിൽ ഒരു ബാന്ധവമുണ്ട്, രഹസ്യ ബാന്ധവമുണ്ടെന്ന തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് CPM-നെ ബാധിക്കും എന്നത് ഒരു ചർച്ചയായി വരുന്നു. മാത്രവുമല്ല, ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയെ സംബന്ധിച്ച് തന്നെ അതിലെ പ്രബല കക്ഷി കോൺഗ്രസ് അവർക്ക് BJP-യുമായി ബാന്ധവമുണ്ട് എന്നാക്ഷേപിക്കുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ MA ബേബി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു മുന്നണിയായി ഇന്ത്യ മുന്നണി നിൽക്കുന്നു. BJP ആകട്ടെ ഇത് കടലാസിൽ മാത്രമുള്ള ഒരു മുന്നണിയാണ്. ഈ മുന്നണിക്ക് യാതൊരു തരത്തിൽ ഉള്ള ഒരു ഐക്യവുമില്ല എന്ന പരിഹാസവും മറുവശത്ത് നിന്ന് ഉയർത്തുന്നു. ഏതായാലും പക്ഷേ കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ നീങ്ങും. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ 2029 തെരഞ്ഞെടുപ്പിൽ BJP-യെ നേരിടാൻ തക്കവണ്ണം ഒരു ശക്തിയായി
മുന്നണി രൂപപ്പെടും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഈ പാർലമെൻറ്റിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനിക്കുന്നതിനായി അവിടെ ഒരു ഇന്ത്യ മുന്നണി യോഗം വിളിച്ചിരുന്നു. അതനുസരിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്താൻ അവർക്ക് കഴിഞ്ഞു. സമാനമായ രീതിയിൽ എന്ത് ആയിരിക്കും ഇനി 2029 തെരഞ്ഞെടുപ്പിൽ നടത്തുക എന്നൊരു ചോദ്യമുയരുന്നു. അപ്പോൾ നിരവധി കക്ഷികൾ, TMC, മമതാ ബാനർജിയെ പോലുള്ള നേതാക്കൾ, അവരൊക്കെ എന്ത് നിലപാട് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും? ആം ആദ്മി പാർട്ടിയുടെ നിലപാട് വളരെ നിർണായകമാണ്. അവർ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകലം പാലിക്കുന്നു തുടങ്ങി അങ്ങനെ രാജ്യത്തെ മറ്റ് പ്രമുഖ സംഘടനകളൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നിർണായകമാണ്. 2029 തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അതിലേക്ക് ഇന്ത്യ മുന്നണി ചുവടുവയ്ക്കുന്നു. BJPയെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. 12 മണിയോടുകൂടി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഡൽഹിയിൽ ഈ യോഗം ചേരും. സ്വാഭാവികമായും അതിൽ നിന്ന് എന്ത് പുറത്തുവരും എന്നുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ്. രഞ്ജിത്ത്, ശരി. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണങ്ങൾ ഇങ്ങനെ CPM ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെയൊക്കെ ചേർന്ന യോഗത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ സംഭവിച്ച പിഴ അത് പ്രത്യേകമായി ചൂണ്ടിക്കാട്ടിയിരുന്നു അംഗങ്ങൾ. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചില സന്ദേശങ്ങളൊക്കെ വായിച്ചത് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് സന്ദേശമൊക്കെ അവിടെ ദേവസ്വം മന്ത്രി വായിച്ചതൊക്കെ വലിയ തിരിച്ചടിയായി. പാർട്ടി അണികൾക്ക് ദഹിക്കാത്ത പശ്ചാത്തലമുണ്ടായി. മറ്റൊന്ന്, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയ പിണറായി വിജയൻ്റെ ദൃശ്യങ്ങൾ ചില്ലറ വോട്ടല്ല CPMന് കുറച്ചത് എന്നുള്ള വിലയിരുത്തലും മറ്റുമുണ്ട്. അതുമാത്രമല്ല, നേതാക്കളുടെ ജാഗ്രതക്കുറവ്, നേതാക്കളുടെ ഗൗരവം മനസ്സിലാക്കാതിരുന്നതൊക്കെ പ്രശ്നമായി. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് അറിയാവുന്ന കാരണമാണ്. അത് വിലയിരുത്തേണ്ടതൊന്നുമില്ല. പക്ഷേ അപ്പോഴും പാർട്ടി നടപടി അനുസരിച്ച് ചില കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ഒരുപിടി കാരണങ്ങൾ നിരത്താനുണ്ട് പരാജയം സംബന്ധിച്ച്. ശൈലികൾ മാറ്റണമെന്നതടക്കം ഇപ്പോൾ എന്താണ് ഒടുവിൽ എന്തെങ്കിലും ഒരു തിരുത്തലുണ്ടാകുമോ? രഞ്ജിത്ത്, ഒരു തിരുത്തലിലേക്കുള്ള ഒരു യാത്ര അല്ലെങ്കിൽ അതിന്റെ ഒരു ആരംഭഘട്ടം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിമർശിക്കാവുന്നതാണ്. കാരണം ഏരിയ കമ്മിറ്റികൾ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഘടകങ്ങളിലെയും റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ടാണ് അന്തിമമായ റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന സമിതി പരിശോധിക്കുന്നത്. പക്ഷെ അതിൽ പോലും ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലായിക്കോട്ടെ ഏരിയ കമ്മിറ്റികളിലടക്കം ഉയർന്നു വന്ന പല കാര്യങ്ങളും അപ്പാടെ അംഗീകരിക്കുന്ന ഒരു നിലപാട് ഇപ്പോഴും പാർട്ടി സ്വീകരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ കാര്യമാണെങ്കിൽ പോലും മറ്റ് പല പ്രധാനപ്പെട്ട വ്യക്തി കേന്ദ്രീകൃതമായി പാർട്ടി മാറിയതിന്റെ അടക്കം കാര്യങ്ങൾ ഏരിയ കമ്മിറ്റികളിലും മറ്റും ഉയർന്നു വന്നിരുന്നെങ്കിലും അത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ളൊരു വികാരം ജനങ്ങൾക്കിടയിൽ ഉയർന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാന സമിതി ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല, അതിനപ്പുറത്തേക്ക് സമുദായ സമവാക്യങ്ങളിൽ വന്ന മാറ്റം, ഒപ്പം ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ കൃത്യമായി പാർട്ടിയിലേക്ക് എത്തിയില്ല, അതും ഈ കനത്ത തോൽവി കാരണമായി എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിനൊപ്പം തന്നെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിനെ വിമർശിക്കുന്നുണ്ട്. അതിൽ കൃത്യമായി ഒരു പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും അതിൽ പാർട്ടിക്ക് അതായത് ജാഗ്രത കുറച്ചുകൂടി പാലിക്കേണ്ടിയിരുന്നു ആ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ. അതിൽ ഒരു പാളിച്ച പറ്റിയെന്ന് പറയുന്നു. അപ്പോൾ പോലും കണ്ണൂരിലെ മറ്റ് തോൽവികൾ, ഈ വിമതന്മാരുടെ ശല്യം, ഒപ്പം കണ്ണൂരിലെ പ്രമുഖമായ കോട്ടകൾ തകർന്നതിലടക്കം എങ്ങനെ ഒരു തോൽവി ഉണ്ടായി എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം അടിത്തട്ടിൽ നിന്നും ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിലേക്കൊന്നും കൃത്യമായ ഒരു തിരുത്തിലേക്ക് പാർട്ടി പോകുമോ എന്നതാണ് അണികൾക്കിടയിലും ഒപ്പം തന്നെ പാർട്ടി അനുഭാവികൾക്കിടയിലും ഉള്ള പ്രധാന ചോദ്യം. അത്തരത്തിലൊരു കടുത്ത നീക്കത്തിലേക്ക് പാർട്ടി പോകുമെന്ന് മനസ്സിലാകുന്നില്ല. അതിനൊപ്പം തന്നെ പ്ലീനമടക്കമുള്ള സുപ്രധാന തീരുമാനങ്ങളിൽ ഇപ്പോൾ പാർട്ടി തീരുമാനം എടുക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കുറച്ചുകൂടി കുറച്ചുകൂടി സമയമെടുത്ത് മാത്രമായിരിക്കും അത്തരം തീരുമാനത്തിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മറ്റു വിഷയങ്ങളിൽ അതായത് ഭരണവിരുദ്ധ വികാരമില്ല, ഒപ്പം പല കാര്യങ്ങളിലും അതായത് ജനങ്ങളിലേക്ക് ഈ ഒരു കഴിഞ്ഞ സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും തെറ്റായ രീതിയിൽ പ്രതിപക്ഷവും മറ്റ് പാർട്ടികളും എത്തിച്ചു. അത് ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ സംസ്ഥാന സമിതി ഈ റിപ്പോർട്ടുകൾ വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തിനെയായാലും ഇന്നും ചർച്ച തുടരും. അതിന് കടുത്ത തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമായി പോയതിന്റെ പ്രത്യാഘാതമാണ് തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ നൽകിയത് എന്നടക്കമുള്ള ഒരു മനസ്സിലാക്കലിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. എന്തിനായാലും ഇന്നും ഈ റിപ്പോർട്ടിൽ ചർച്ച തുടരും. ശരി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷണം വേണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. അല്പസമയത്ത് ആജ്ഞയിലേക്ക് എത്താം. ഏതായാലും നടിയെ ആക്രമിച്ച കേസ് അത് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിയൊക്കെ വന്നതാണ്. അതിനുശേഷം ഇപ്പോൾ
ഇത്തരത്തിൽ ചില നീക്കങ്ങളുമായി അതിജീവിത മുന്നോട്ട് വരുന്ന പശ്ചാത്തലമുണ്ട്. അത് കോടതി പലതവണ പരിഗണിച്ച സംഭവങ്ങൾ കൂടിയാണ് ഈ വിചാരണ വേളയിലുടനീളം. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് ഉണ്ടാവുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ആജ്ഞ, എന്തൊക്കെയാണ് കോടതി പരിശോധിക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിജീവിത? രഞ്ജിത്ത്, മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട അതായത് ഹാഷ് വാല്യൂ 3 തവണ മാറിയിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരുന്നു. കോടതിയുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സംരക്ഷണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ മെമ്മറി കാർഡ് 3 തവണ അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായിരുന്നു അന്ന് ഈ കേസ് പരിഗണിച്ചിരുന്നത്. അന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എൻക്വയറി നടന്നു. ആ എൻക്വയറിയിൽ 3 തവണ ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറിയെന്നും അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, അതുപോലെ ശിരസ്സുദാർ താജുദ്ദീൻ, അതുപോലെ ഇവിടുത്തെ അതായത് ഈ കോടതിയിലെ ഒരു ക്ലർക്ക് മഹേഷ് മോഹൻ തുടങ്ങിയവരൊക്കെ ഈ 3 പേരാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത് എന്നുള്ള കാര്യത്തിൽ ആ സമയത്ത് വ്യക്തതയുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷേ സഹപ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ കോടതി തയ്യാറായില്ല എന്നുള്ളതായിരുന്നു നടിയുടെ പ്രധാനപ്പെട്ട പരാതി. ആ പരാതി നിലനിൽക്കെ തന്നെ നടി ഇതുമായി ബന്ധപ്പെട്ടൊരു ഉപഹർജി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരുന്നു. ആ ഉപഹർജി ആയതുകൊണ്ട് അതിന് സാങ്കേതികമായി അത് നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്ന് ഹൈക്കോടതി ആ ഹർജി തള്ളുന്നത്. അതേസമയം നടിക്ക് അത് മറ്റൊരു ഹർജിയായിട്ട് തന്നെ അത് ഫയൽ ചെയ്യാമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടത് കേസിലെ പ്രധാന തെളിവാണ് മെമ്മറി കാർഡ്. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത്. അതായത് ഇതിൽ കൃത്യമായ തെളിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വെച്ചിട്ടുള്ള തെളിവുകൾ അത് പരിശോധിച്ചിട്ടില്ല, ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി എത്തിയിരിക്കുന്നത്. നടിയുടെ പ്രധാനപ്പെട്ട ഹർജി സുപ്രീം കോടതി അഭിഭാഷക വൃന്ദ ഗ്രോവറാണ് ഈ നടിയുടെ അഭിഭാഷകയായി കോടതിയിലെത്തുന്നത്, ഇത് നടിക്ക് വേണ്ടി ഹാജരാകുന്നത്. ഈ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ, അതായത് കുറ്റവിമുക്തരാക്കിയിട്ടുള്ള ആളുകളുടെ ശിക്ഷാവിധി 20 വർഷമാണ് ശിക്ഷ നൽകിയിട്ടുള്ളത്. കുറ്റക്കാരെന്ന് ചുമത്തപ്പെട്ട ആളുകളുടെ ശിക്ഷാവിധി 20 വർഷമാണ് ചുമത്തിയിട്ടുള്ളത്. അത് ഈ കുറ്റത്തിന് ലഭിക്കാവുന്ന പരമാവധി ഏറ്റവും ചെറിയ ശിക്ഷയാണ്. അതായത് ഈ ശിക്ഷ മുതലാണ് ഈ കുറ്റത്തിന് ലഭിക്കുക. അതാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അത് പുനഃപരിശോധിക്കണം. അതുപോലെ തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളെ കുറ്റവിമുക്തരാക്കിയിട്ടുള്ള നടപടിയും പുനഃപരിശോധിക്കണമെന്ന് ഹൈക്കോടതിയിലെത്തിയിട്ട് ഹർജി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പീലുമായിട്ടാണ് നടി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. വിധിക്കെതിരെയുള്ള അപ്പീലുമായിട്ടാണ് പ്രധാനമായും മെമ്മറി കാർഡ് പുനഃപരിശോധിക്കണം. അതിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഹർജിയിൽ SIT തലവൻ അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് നൽകും. കുറ്റപത്രം തയ്യാറാക്കുന്നതിലെ പുരോഗതിയും വിചാരണ കോടതിയിൽ എന്ന് നൽകാനാകുമെന്ന കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിശദീകരിക്കും. ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലാബോറട്ടറിയിൽ നിന്നുള്ള പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ടും SIT തലവൻ വിശദീകരിക്കും. കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് SITക്ക് അന്തിമ നിർദ്ദേശങ്ങൾ നൽകിയേക്കും. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ഇന്ന് വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്. ഒറ്റയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. നന്ദന വിവരങ്ങൾ പങ്കുവെക്കും. നന്ദന, വലിയ മഴയാണ് സംസ്ഥാനത്ത് ഉടനീളം. വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്നാണോ കരുതേണ്ടത്? സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ തകർത്ത് പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം നമുക്ക് വിശദമാക്കാനാവുന്നത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 3 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ബാക്കി 11 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഈ 14 ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളാണുള്ളത്. മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത പോലുള്ള അപകട സാധ്യത ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശാൻ സാധ്യതയുള്ളതിനാൽ തീരമേഖലയിൽ താമസിക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നിൽക്കരുതെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അതുകൂടാതെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന അറിയിപ്പുമുണ്ട്.
ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ തുറസായ പ്രദേശങ്ങളിൽ പോകുന്നവർ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നലെ മഴയുടെ തീവ്രത കണക്കിലെടുത്തുകൊണ്ട് അപകട സാധ്യത മുന്നിൽ കണ്ട് പൊന്മുടി എക്കോ ടൂറിസം അടച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അറിയിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മഴയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ. ശരി, നന്ദനയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഒറ്റപ്പാലത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം 7 പേർക്ക് കടിയേറ്റു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം. നായയുടെ കടിയേറ്റവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരേ നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത്. നായയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. ഇടവേള. സലീംകുമാർ എന്ന നടൻ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായി. അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചു. അടുത്ത ബന്ധുക്കളും സഹപ്രവർത്തകരും ചുറ്റുമുണ്ട്. ഇനി സലീംകുമാർ എന്ന നടൻ നമ്മൾ സിനിമയിലൂടെ മാത്രമായിരിക്കും ഓർത്തെടുക്കുക. പക്ഷെ അപ്രതീക്ഷിതമായിട്ടൊരു വിയോഗം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് രാവിലെ കൊണ്ടുപോയിരുന്നു. രാവിലെ 5 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പനി കൂടിയതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ നേരെ തന്നെ ഈ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴും ബന്ധുക്കളും ഡോക്ടർമാരും പറയുന്നത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ വരും, ഇതിനേക്കാളും മോശം ഒരു ഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നുപോയതായിരുന്നു. അന്ന് ആശുപത്രിയിൽ അന്നും ഇതുപോലെ വെന്റിലേറ്ററിലേക്ക് എത്തിച്ചതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നു, വീണ്ടും സജീവമായി. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന് വയ്യാതാവുകയും ഇന്നലെ 5 മണിയോടുകൂടി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിന് ശ്വാസതടസ്സം ന്യൂമോണിയയായി മാറുകയും ഈ പനി ന്യൂമോണിയയായി മാറി വൈകിട്ട് രാത്രി ഒരു 5:45 10:45 അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയും പിന്നീട് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. അദ്ദേഹം ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത് മുതൽ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെല്ലാം രാവിലെയും രാത്രിയും ഒക്കെ ആശുപത്രിയിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് എല്ലായിടങ്ങളിലും നടൻ ദിലീപും രമേശ് പിഷാരടിയും ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. കാരണം അത്രയേറെ ആത്മബന്ധമാണ് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അവസാന നിമിഷവും അദ്ദേഹത്തിനോടൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. ബന്ധുക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അവസാന നിമിഷവും. അവർക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. ഇന്നലെ നമ്മൾ ഈ സമയത്ത് ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അവസാനിച്ചു. പിന്നീട് രാത്രിയോടുകൂടി സലീംകുമാർ മരിച്ചു എന്ന വിവരം സ്ഥിരീകരിക്കുന്നത് പിന്നീട് ഇന്ന് രാവിലെ മുതൽ അമൃത ആശുപത്രിയിലും പിന്നീട് അവിടെ നിന്ന് ടൗൺ ഹാളിലേക്കും വീടിലേക്കും ഒക്കെ ജനപ്രവാഹമായിരുന്നു. അത്രയേറെ തിരക്കായിരുന്നു അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നത്. വാർത്താ ബുള്ളറ്റിൻ തുടരുകയാണ്. ഇന്ത്യയിലെ ആകെ ജനനിരക്ക് ചരിത്രത്തിൽ ആദ്യമായി ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിക്കും താഴെ എത്തി എന്ന റിപ്പോർട്ടുകൾ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിടുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസ് പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം അനുസരിച്ചാണ് ഈ റിപ്പോർട്ട്. ഒരു സ്ത്രീ തന്നെ ജീവിതകാലത്ത് പ്രസവിക്കാൻ സാധ്യതയുള്ള കുട്ടികളുടെ ശരാശരി എണ്ണത്തെയാണ് ആകെ ജനനിരക്ക് എന്ന് പറയുന്നത്. ഇതനുസരിച്ച് ജനസംഖ്യാ സന്തുലിതാവസ്ഥ രാജ്യത്ത് നിലനിർത്താൻ ആവശ്യമായ തോതിനേക്കാൾ കുറവാണ് ഇപ്പോഴത്തെ ജനനിരക്ക് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറി എങ്കിലും ഇപ്പോഴും ജനസംഖ്യ വളർച്ച
താഴേക്കാണ് കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ജനസംഖ്യാ സ്ഥിരത ഉറപ്പാക്കുന്ന 2.1 എന്ന മാനദണ്ഡത്തിനും താഴേക്കാണ് ഇപ്പോൾ ജനനനിരക്ക്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ജനസംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യാതെ കൃത്യമായി നിലനിർത്താൻ ഒരു സ്ത്രീക്കുണ്ടാകേണ്ട ശരാശരി കുട്ടികളുടെ എണ്ണത്തെയാണ് ഈ മാനദണ്ഡം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതായാലും പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായാണ് ജനനനിരക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഉയർന്ന ജനനനിരക്ക് രേഖപ്പെടുത്തുന്ന ബീഹാറിലാണ്. 2.9 അതിൻ്റെ ഒരു കണക്ക്. ഉത്തർപ്രദേശിൽ 2.6, മധ്യപ്രദേശിൽ 2.4 എന്നിങ്ങനെയാണ് കണക്കുള്ളത്. നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ജനനനിരക്ക് കുറവാണ്. പ്രത്യേകിച്ചും ഡൽഹിയിലാണ് ഏറ്റവും താഴ്ന്ന ജനനനിരക്ക്, 1.2 മാത്രമാണ്. കുറഞ്ഞ തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് 1.3 മാത്രമാണ്. അങ്ങനെ ഇത് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ രാജ്യത്തിൻ്റെ ജനസംഖ്യ ഏതാണ്ട് പരിധിക്ക് താഴേക്ക് പോകും എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസമാണ് റുവാനി എന്ന കുഞ്ഞ് മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ഒരു അഭ്യർത്ഥന നടത്തിയത്. തൻ്റെ വീട് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒന്നാണ്. വീടല്ല, അതൊരു കുടിലാണ്. ഭയമില്ലാതെ ഉറങ്ങാൻ തനിക്കൊരു വീട് വേണമെന്നാണ് വിഴിഞ്ഞം സ്വദേശിനിയായ ഈ 6 വയസ്സുകാരി സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. മുഖ്യമന്ത്രി ഇടപെടുന്നു. റുവാനിയെ മുഖ്യമന്ത്രി പിതാവിൻ്റെ ഫോണിൽ വിളിക്കുന്നു, സംസാരിക്കുന്നു. റുവാനിക്ക് ആദ്യം തന്നെ മുഖ്യമന്ത്രി ഒരു മൊബൈൽ ഫോൺ ഓഫർ ചെയ്യുന്നു. അതിനുശേഷം ഒരു പുതിയ വീട് നിർമ്മിച്ചു നൽകും എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. വിഴിഞ്ഞം സ്വദേശിയായ ഈ കൊച്ചുമിടുക്കിയുടെ സങ്കടം സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ വിഴിഞ്ഞത്തെ ഒരു ചെറിയ ചായ്പിൽ നമുക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാകും. അവിടെയാണ് റുവാനിയും സഹോദരനും അച്ഛനും അമ്മയും അടങ്ങിയ കുടുംബം താമസിക്കുന്നത്. അടച്ചുറപ്പില്ലാത്ത, ശുചിമുറി പോലും ഇല്ലാത്ത വീടുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു റുവാനിയുടെ ഈ വാക്കുകൾ. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തൊക്കെ എല്ലാവർക്കും വീട് എന്ന് പറഞ്ഞ് വലിയ വലിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയെങ്കിലും എത്രത്തോളം ഫലപ്രദമായി എന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്നത് കൂടിയാണ് റുവാനിയെ പോലെയുള്ളവരുടെ അനുഭവം. പാർട്ടി ഫണ്ടിലേക്ക് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനിൽ നിന്നും, അതായത് ടാസ്മാക്കിൽ നിന്നും അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നതിനെതിരെ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ രീതിക്ക് തടയിടും എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ജോസഫ് വിജയ് നടത്തിയിരിക്കുന്നത്. ഇത്തരം പിരിവുകൾ പാടില്ലെന്നും മദ്യവിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം പൂർണ്ണമായും സംസ്ഥാന ഖജനാവിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും വിജയ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് DMK സർക്കാരിനെതിരെയുള്ള നീക്കം കൂടിയായി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സർക്കാരിന് ലഭിക്കേണ്ട, ഖജനാവിലേക്ക് ലഭിക്കേണ്ട പണം ഈ രീതിയിൽ വകമാറിയിട്ടുണ്ടോ എന്ന അന്വേഷണം നടത്താനും വിജയ് തീരുമാനിച്ചിട്ടുണ്ട്. ടാസ്ക് മാസ്കുകളിൽ നിന്നും മദ്യം വിറ്റ് കിട്ടുന്ന തുകയിൽ 102 കോടിയോളം രൂപ പാർട്ടി ഫണ്ടായി വകമാറ്റിയിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ, അത് മാസത്തിലാണ്. ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 1500ഓളം കോടി രൂപ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു എന്നാണ് മുഖ്യമന്ത്രി വിജയെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. തുടർന്നാണ് സംസ്ഥാനത്തെ ടാസ്മാക്കുകളുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു ഓഡിറ്റിംഗ് വേണം എന്നുള്ള ആവശ്യം ഇപ്പോൾ മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സ്റ്റാലിൻ വിജയ്ക്കെതിരെ രംഗത്ത് വന്നത്. അതായത് 3 മാസം കൊണ്ട് വിജയ് സർക്കാർ നിലംപതിക്കും എന്നായിരുന്നു സ്റ്റാലിൻ്റെ മുന്നറിയിപ്പ്. ഇതിനെതിരെ വിജയ്ക്കൊപ്പം ഇപ്പോഴുള്ള CPM, നേരത്തെ DMK സഖ്യത്തിലായ CPM രംഗത്ത് വന്നിരിക്കുകയാണ്. MK സ്റ്റാലിൻ്റെ ഈ വാദം പൂർണ്ണമായും CPM സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം തള്ളി. 1.25 കോടി ജനങ്ങൾ വോട്ട് നൽകി തെരഞ്ഞെടുത്ത ഭരണകൂടത്തെക്കുറിച്ച് സ്റ്റാലിനായാലും EPS ആയാലും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. തമിഴ്നാട്ടിൽ നിലവിൽ DMK സഖ്യമില്ലെന്നും അതിനാൽ സഖ്യത്തിൽ തുടരുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നുമാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി വിവരിക്കുന്നത്. ഏതായാലും ഒരു തരത്തിലും DVK സർക്കാർ വീഴില്ല എന്ന് പറയുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് ഇത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പ്രധാനമാണ്. മറ്റൊരു വാർത്ത ഇലോൺ മസ്കുമായി ബന്ധപ്പെട്ടാണ്. കോടീശ്വരൻ എന്നല്ല ഇലോൺ മസ്കിനെ വിശേഷിപ്പിക്കേണ്ടത്, കൊക്കോടീശ്വരൻ എന്ന് വിശേഷിപ്പിക്കണം. അത് ഇപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ കാണുന്ന സംഖ്യ പ്രേക്ഷകർ ഒന്ന് എണ്ണി നോക്കുക. എനിക്കത് കൃത്യമായി വായിക്കാൻ അറിയില്ല. അത് മസ്കിൻ്റെ ആസ്തിയാണ്. അത് 9ൽ തുടങ്ങുന്ന ഒരു സംഖ്യയാണ്. 10 ലക്ഷം കോടിക്ക് അടുത്തുള്ള ഒരു സംഖ്യയാണ് എന്ന് മനസ്സിലാക്കണം. അതായത് ലോകത്തിലെ പല രാജ്യങ്ങളുടെയും മൊത്തം സമ്പത്തിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് മസ്കിൻ്റെ മാത്രം ഈ സമ്പത്ത് എന്ന് മനസ്സിലാക്കണം. ഇതിൽ ഭൂരിഭാഗവും
ടെസ്ലയിൽ നിന്നാണ്. സ്റ്റോക്ക് ഹോൾഡിങ്ങുകളും ഓപ്ഷനുകളും അടക്കം വലിയ സമ്പത്തുണ്ട്. സ്പേസ് എക്സിൻ്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങുമായി ബന്ധപ്പെട്ട സമ്പത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ പണമായി നിലനിർത്തുന്നതിന് വ്യത്യസ്തമായി കമ്പനികളുടെ ഉടമസ്ഥാവകാശ ഓഹരികൾ വഴിയാണ് മസ്കിൻ്റെ സമ്പത്തുള്ളത്. ഇത് ഭൂരിഭാഗവും കടലാസിലാണ് എന്നുള്ളത് കൂടി നമ്മളിതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കണം. ഇതനുസരിച്ചാണ് ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന തുകയിലേക്ക് മസ്കിൻ്റെ സമ്പത്ത് എത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് തായ്വാൻ പോലെ ഒരു രാജ്യത്തിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥ 97,700 കോടി. അതിപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുന്ന തുകയേ ഉള്ളൂ. 92,76,663 കോടിയാണ് തായ്വാൻ്റെ മൊത്തം സമ്പത്ത്. അയർലൻഡിൻ്റെ ആവട്ടെ ഏതാണ്ട് 77,900 കോടി ഡോളറാണ്. സ്വീഡൻ്റെ 76,000 കോടി ഡോളറാണ്. സിംഗപ്പൂരിൻ്റെ 66,000 കോടി ഡോളറാണ്. ഇവിടെയാണ് മസ്കിന് പിന്നിലാണ് ഈ രാജ്യങ്ങൾ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ലോകത്തിലെ കൊക്കോടീശ്വരനായി മസ്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രീതി സിൻഡ IPL വേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ്. പഞ്ചാബ് സൂപ്പർ കിങ്സിൻ്റെ ഉടമയാണ്. ഊർജ്ജസ്വലതയോടെ ചുറിയുറുക്കോടെ ഓടി നടക്കുന്ന ഒരു വനിത. പക്ഷേ ഇവരുടെ കുടുംബം സംബന്ധിച്ച് യാതൊരു വിവരവും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രീതി സിൻഡ വ്യക്തമാക്കുകയാണ്. പ്രീതി സിൻഡ വിവാഹം കഴിച്ചതാണോ എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. കുട്ടികളുണ്ടോ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ അതിനോടൊന്നും അവർ പ്രതികരിക്കാറില്ല. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട അഭിമുഖത്തിൽ പ്രീതി സിൻഡ പറയുന്നത് താൻ ഇത്തരത്തിലൊരു കാര്യത്തിലും തൻ്റെ കുടുംബപരമായ കാര്യങ്ങൾ ഒരു കാരണവശാലും പുറം ലോകത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ബോളിവുഡ് താരം പ്രീതി സിൻഡയും അമേരിക്കക്കാരനായ ജീൻ ഗുഡ്നഫും 2016 ഫെബ്രുവരിയിലാണ് ലോസ് ആഞ്ചലസിൽ വെച്ച് വിവാഹിതരായത്. സാധാരണക്കാർക്ക് വ്യക്തിജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും പിന്തുടരാവുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് ഈ അഭിമുഖം മുന്നോട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ലോസ് ആഞ്ചലസിലെ ഒരു ഫിനാൻസ് കമ്പനിയിലെ വൈസ് പ്രസിഡൻ്റാണ് പ്രിയ സിൻഡയുടെ വരൻ ജീൻ, ഭർത്താവ് ജീൻ എന്നുള്ളതാണ്. ഇവർ പേരും രണ്ട് സ്ഥലത്താണ്. പക്ഷേ അവരുടെ കരിയറിനെ മാനിക്കാനും വ്യക്തിജീവിതത്തിൽ കൃത്യമായ സമയം കണ്ടെത്താനും അത് രഹസ്യമാക്കി വെക്കാനും ഇരുവരും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യങ്ങളും സമൂഹ മാധ്യമത്തിൽ അവർ പങ്കുവെക്കാറില്ല എന്നുള്ളത് മാതൃകാപരമായി പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഇരുവർക്കും കുട്ടികളുണ്ട്. 2 കുട്ടികളാണ് ഉള്ളത്. അത് വാടക ഗർഭധാരണത്തിലൂടെ 2021 ജയ് ജിയ എന്നീ ഇരട്ടക്കുട്ടികൾ ഇവർക്ക് ജനിച്ചത്. കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലും ഇവർ തുല്യ പങ്കാളിത്തം വഹിച്ചാണ് അവരുടെ കുടുംബജീവിതം മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കിനി അമേരിക്കയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കൊന്ന് പോകണം. ഞെട്ടരുത്, അവിടെ 1 കിലോ വെണ്ടയ്ക്കായുടെ വില കേട്ട് ഒരു ഇന്ത്യൻ യുവാവാണ് ഈ വെണ്ടയ്ക്ക വാങ്ങാൻ പോയി ഈ വില കേട്ട് അമ്പരന്ന് പോയത്. ഏതാണ്ട് 7,200 രൂപ 1 കിലോ വെണ്ടയ്ക്കയ്ക്ക് അമേരിക്കയിൽ. ഇവിടെ ഇപ്പോൾ ചവച്ച് തുപ്പുന്ന വെണ്ടയ്ക്കയാണ്. സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിലൊക്കെ പരമാവധി 40 അല്ലെങ്കിൽ 50 രൂപയായിരിക്കും 1 കിലോ വെണ്ടയ്ക്കയുടെ വില. അവിടെയാണ് 7,200 രൂപ കൊടുത്ത് 1 കിലോ വെണ്ടയ്ക്ക വാങ്ങേണ്ട ഗതികേട് ഒരു ഇന്ത്യൻ യുവാവിന് സംഭവിച്ചിരിക്കുന്നത്. US സ്റ്റോറിൽ ഇത്രയും ഉയർന്ന വില നൽകേണ്ടി വന്നതിലുള്ള അത്ഭുതവും നിരാശയും യുവാവ് തൻ്റെ വീഡിയോയിലൂടെ പങ്കുവെക്കുകയും മറ്റും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ നിരവധി കമൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. എന്താണ് ഇത്ര വില ഇവിടെ ഈടാക്കുന്നത് എന്നും മറ്റും പലരും ചോദിക്കുന്നുണ്ട്. പട്ടിണി കിടക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് താനിത് വാങ്ങിയത് എന്ന് ഈ യുവാവ് പറയുന്നു. അപ്പോൾ ഇപ്പോൾ മറ്റു ചില കമൻറ്റുകൾ വരുന്നത് ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ബാഗിൽ ഒരു 5-6 വെണ്ടയ്ക്ക കൂടി കരുതണം എന്ന് പരിഹാസ്യ രൂപേണ ചില ആളുകൾ കമൻറ്റ് ചെയ്തതും നമ്മൾ കാണുന്നുണ്ട്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഗ്രൗണ്ട് സപ്പോർട്ട് ഉപകരണങ്ങൾ അഴിഞ്ഞുമാറി പാർക്ക് ചെയ്തിരുന്ന വിമാനങ്ങളിൽ ഇടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. ഈ ഉപകരണങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ അത് പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ടെർമിനൽ 2 സമീപമുള്ള പാർക്കിംഗ് ബേകളിൽ 3 എയർ ഇന്ത്യ വിമാനങ്ങൾക്കാണ് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ലോകം മുഴുവൻ ഒരു കാൽപന്തിന് ചുറ്റും കറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മറ്റൊന്നുമല്ല, ലോക ഫുട്ബോളിൻ്റെ ആവേശം ആരവുമൊക്കെ കേരളത്തിലേക്കും കടന്നു വരികയാണ്. നമുക്കറിയാം, വേണമെങ്കിൽ കേരളത്തിലെ ഫുട്ബോളിൻ്റെ മക്ക എന്ന് വിശേഷിപ്പിക്കാവുന്ന ജില്ലയാണ് മലപ്പുറം. അവിടെ അത്തരത്തിൽ മലപ്പുറത്ത് ഫുട്ബോൾ ആവേശം വരുമ്പോൾ അവരതിനോട് ചേർന്ന് നിൽക്കണമല്ലോ. അങ്ങനെ ഒരു പരിപാടി ലോകകപ്പിൽ ഉപയോഗിക്കുന്ന
പന്തിൽ മലപ്പുറം നിലമ്പൂർ നാഷണൽ സ്പോർട്സ് ഉടമ മുഹമ്മദ് മുസ്തഫയുടെ കൈവശമാണ് ഒരു പ്രത്യേകതരം പന്ത്. ട്രയോനോഡ എന്ന് പേരിട്ടിരിക്കുന്ന ലോഗോ ഉപയോഗിക്കുന്ന പന്ത് ഈ ഉടമയുടെ കയ്യിലുണ്ട്. ട്രയോനോഡ ബോൾ വലിയ ഒരു ശേഖരമായി ഈ ഉടമ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അനുമോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഖത്തർ ലോകകപ്പിൽ പന്തിൻ്റെ പേര് അൽ റിഹില എന്നായിരുന്നു. അതന്ന് വലിയ തരംഗമായതാണ്, വലിയ വൈറലായതാണ്. എന്നാൽ USA ലോകകപ്പ് എത്തുമ്പോൾ ട്രയോണ്ടയാണ് ഫുട്ബോളിലെ ഈ ലോകകപ്പിലെ ഔദ്യോഗികമായിട്ടുള്ള പന്ത്. അഡിഡാസാണ് ഇത് പുറത്തിറക്കുന്നത്. കേരളത്തിൽ ഇതിൻ്റെ ഒറിജിനൽ കയ്യിലുള്ള അപൂർവം ചില വ്യക്തികളേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഒരാൾ എൻ്റെ കൂടെ ചേരുന്നത് മുസ്തഫ നാഷണൽ സ്പോർട്സിൻ്റെ ഉടമയാണ് നിലമ്പൂരിലെ. ഇത് ഒറിജിനലാണോ? ഇത് ഒറിജിനൽ അഡിഡാസ് പുറത്തിറക്കണതാണ്. അപ്പോൾ ഇത് കുറേ കാലങ്ങളായിട്ട് ശരിക്കും ഫുട്ബോൾ ഇറക്കാറില്ല, ലോകകപ്പിൻ്റെ ഫുട്ബോളിൽ ഇറക്കാറില്ല. ജബുലാനി 2010 ജബുലാനി എന്ന് പറഞ്ഞ പന്ത് ഇറക്കി. അപ്പോൾ അതിനെന്തോ ടേണിങ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞൊരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ അവരെന്ത് ചെയ്തു, കുറച്ച് പന്ത് മാത്രം പുറത്തിറക്കി. അന്ന് 2010 എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഞാനും നന്ദിലത്ത് ഗ്രൂപ്പിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഒരു വാർത്തയായതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രസൂക്ക എന്ന് പറഞ്ഞ പന്തിറങ്ങി. അത് വലിയ തരംഗമായി. അതെൻ്റെ കയ്യിൽ നിന്ന് മറ്റേ ഒരു കാർണിവലൊക്കെ ഉണ്ടായി. മലപ്പുറം ജില്ല മൊത്തം അത് കൊണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ടെൽസ്റ്റാർ, അതും എൻ്റെ കയ്യിൽ. അങ്ങനെ 3 തവണ ഞാൻ തുടർച്ചയായിട്ട് മറ്റേ ഈ പന്ത് കൊണ്ടുവന്നിരുന്നു. പിന്നെ അൽ റിഹില ഖത്തറിലായതുകൊണ്ട് കുറേ പ്രവാസികൾ അത് എത്തിച്ചുകൊണ്ട് അത് അത്ര ഒരു ക്ലിക്കായി. ഇതിപ്പോൾ അമേരിക്ക ട്രിയാണ്ടാവും കുറച്ചുകൂടി ഒരു കിട്ടാക്കനിയായി നിന്നപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇത് 3 രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പറയുന്നത്. മെക്സിക്കോ, കാനഡ, അമേരിക്ക 3 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഈ കളർ കൊടുത്തിട്ടുള്ളത് പറയുന്നത്. എന്താ ഇതിന് പ്രത്യേകത തോന്നിയതാൽ മുമ്പത്തെ പന്തുകളൊക്കെ അപേക്ഷിച്ച് ഇതിന്റെ പ്രത്യേകത എന്താ തോന്നിയത്? അഡിഡാസ് ഇറക്കുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഓരോ തവണയും അവർ ഉണ്ടാക്കുന്നുണ്ടാവും. കാരണം വെച്ചാൽ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണല്ലോ അഡിഡാസ്. അപ്പോൾ അതിലെന്തെങ്കിലും എത്ര പന്തുകൾ കേരളത്തിലുണ്ട് ഒറിജിനൽ? അത് അറിയില്ല, അത് എത്ര ഉണ്ടെന്ന്. ഇപ്പോൾ ഇതിപ്പോൾ ശരിക്കും ഒറിജിനൽ 14,000 രൂപ വിലയാണ്. അവർ MRP വരും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ കുറേ അഡിഡാസിൻ്റെ ഇതിൻ്റെ ഒരു സെക്കൻഡൊക്കെ ഇറക്കുന്നുണ്ട്. അഡിഡാസ് കമ്പനി തന്നെ ഇല്ല, അത് വാങ്ങാൻ കൊടുക്കൂല. അതൊരു സ്വപ്ന സാധനമായിട്ട് എല്ലാവരും കിട്ടിയോലും അങ്ങനെ വെക്കുകയുള്ളൂ. പിന്നെ എൻ്റെ ജബുലാനി അന്ന് കൊണ്ടുപോയത് ദീപിക്കാണ്. ഞാൻ അന്ന് ഇറക്കിയ 7,000 സംതിങ് തന്നെയാണ് അന്ന് ആ വില ജബുലാനി. അത് പിന്നെ ലക്ഷദ്വീപിക്കാണ് ഞാൻ കൊടുത്തത്. അത് തന്നെ ഒരു സ്വപ്നം ഇതായിട്ട് അങ്ങനെ എടുത്തേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. അല്ല ഞാൻ കൊടുക്കില്ല. ഒറ്റൊന്നുള്ളൂ. ഇതിന് പുറമെ നിങ്ങൾ ഈ സ്പോർട്സ് ഗുഡ്സിന്റെ വിതരണ കമ്പനി അല്ലേ, അതിന്റെ ഒരു സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് ഫുട്ബോളിന്റെ വേൾഡ് കപ്പിന്റെ സമയത്ത് സ്വാഭാവികമായിട്ട് ഏറ്റവും അധികം ജേഴ്സികളും ഇതൊക്കെ വിറ്റഴിയുന്നൊരു സമയം കൂടിയാണല്ലോ. എങ്ങനെയാണ് അതിന്റെ ഇത്തവണത്തെ വിപണിയൊക്കെ? ജേഴ്സി ശരിക്കും എല്ലാ തവണയും ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെ 2006 തുടങ്ങി ഞാൻ കച്ചവടത്തിലുണ്ട്. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ കച്ചവടത്തിൽ 2002 പക്ഷേ അത് അത്ര വേൾഡ് കപ്പിനായിട്ട് തുടക്കമായതുകൊണ്ട് അറിയില്ല. ഞാൻ 2000 തുടങ്ങിയാണ് കച്ചവടം. അപ്പോൾ 2006 മുതൽ ശരിക്കും വേൾഡ് കപ്പിൽ നല്ല ഇതുണ്ട്. അന്നൊക്കെ അർജൻറ്റീന ആയിരുന്നു കൂടുതലും മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അർജൻറ്റീന കഴിഞ്ഞ 2022 ലോകകപ്പ് നേടിയതിന് ശേഷം അർജന്റീനന്റെ ഫാൻസ് കുറച്ച് പിറകോട്ട് പോയോ എന്നൊരു ഇല്ല. പക്ഷെ മുൻപന്തിയിൽ ഇപ്പോ ബ്രസീലാണ്. ബ്രസീലിന്റെ ഫ്ലാഗും ജേഴ്സിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്. ഇപ്പോ ഈ ഒരു സമയത്ത് രണ്ടാം സ്ഥാനത്ത് അർജന്റീന. അതിൽ തർക്കമല്ല. രണ്ടാം സ്ഥാനത്ത് പറഞ്ഞാൽ തൊട്ട് പിന്നലെ തന്നെ ഉണ്ട് അധികം. പിന്നെ പോർച്ചുഗലാണ് 3ാം സ്ഥാനത്തുള്ളത്. പിന്നെ ഫ്രാൻസ്, സ്പെയിന്, ഇംഗ്ലണ്ട് ഒക്കെ ഉണ്ട്. മോശമൊന്നുമല്ല. ഫ്രാൻസ് നല്ല. കേരളത്തില് എല്ലായിടത്തും വിറ്റഴിയുന്നതിന്റെ ഒരു കണക്ക് വെച്ചല്ലേ നിങ്ങൾ ഈ പറയുന്നത് അല്ലേ? ഓ, അത് നമ്മൾ ഡീലേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പ് ഉണ്ടല്ലോ. നമ്മളെ മെയിൻ ഗ്രൂപ്പിലൊക്കെ ഓരോ ചർച്ച. ഇക്കുറി ബ്രസീലിന്റെ ജേഴ്സി ഇവിടെ ഇല്ല, ഭയങ്കര ഡിമാൻഡാണ്, എല്ലാവർക്കും ബ്രസീലിന്റെ ആണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ ഇതിന്റെ ഒരു കറക്റ്റ് കണക്ക് വെച്ചിട്ടല്ല, അത് നമുക്ക് കിട്ടിക്കോളുന്നില്ല. ഡിമാൻഡിനനുസരിച്ച് നോക്കുമ്പോൾ ബ്രസീലാണ് ഇക്കുറി കൂടുതൽ. തിരുപ്പൂരാണ് കാര്യമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. പിന്നെ മലപ്പുറം ജില്ലയിൽ കുറേ യൂണിറ്റുകളുണ്ട്, പാലക്കാട് ജില്ലയിൽ യൂണിറ്റുകളുണ്ട്, കേരളത്തിൽ ഇപ്പോൾ ഒരു ഒട്ടുമിക്ക യൂണിറ്റുകളുണ്ട്. 2022 അപേക്ഷിച്ചൊരു ആവേശത്തിന് കുറവുള്ള പോലെ തോന്നുന്നുണ്ടോ 2026 ആവേശക്കുറവ് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഖ്യമന്ത്രിൻ്റെ ആ ഒരു ഇതും ഒക്കെ പാടായിട്ട്. പക്ഷേ ആവേശം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ആഴ്ചയിലൊക്കെ വളരെ
ഡിമാൻഡായിട്ട് തന്നെ ഈ ഫ്ലാഗ് ആണെങ്കിലും ജേഴ്സി ആണെങ്കിലും എവിടെയും കാര്യമായിട്ട് കിട്ടാനില്ല. വിറ്റുപോകാൻ തുടങ്ങി നന്നായിട്ട്. നന്നായിട്ട് വിറ്റുപോകാൻ ലക്ഷക്കണക്കിന് പീസ് ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ വിൽക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ഒരേപോലെ ഇഷ്ടമാണെങ്കിലും അവസാനമായിട്ട് ചോദിക്കുക, ഇത് ഏതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ടീം? ആർക്കാണ് ഇത്തവണ കപ്പ് കിട്ടുക? അല്ല, കപ്പ് കിട്ടാൻ ഫ്രാൻസോ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. കഴിഞ്ഞ അവിടുത്തെ ഫൈനലിൽ അർജന്റീന കിട്ടാൻ പ്രയാസമായിരിക്കും. ഫ്രാൻസ് നല്ല ടീമാണ് ഇപ്പോൾ. ഫ്രാൻസ് അതുപോലെ തന്നെ സ്പെയിനൊക്കെ നല്ല ടീമാണ്. കച്ചവടത്തിൽ അതൊന്നും നോക്കണ്ട. നമ്മളെല്ലാ ടീമിനും കൂടെ ഉണ്ടാണോ, അതാണല്ലോ കച്ചവടം. നമ്മൾ നാളെ ഇവിടെ ഒരു ഗംഭീര പ്രോഗ്രാം നടക്കുന്നുണ്ട്. മലപ്പുറത്തിന്റെ ഒരു ഉത്സവം. കാരണം വെച്ചാല് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഫുട്ബോളിന്റെ മക്ക എന്ന് പറയുന്നതാണ്. എന്താണ് ലോകം ഇപ്പോൾ ഈ ട്രയോണ്ടയ്ക്ക് പിന്നാലെ ഉരുളാൻ ഇനി കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആര് ഈ ഒരു ലോകകപ്പ് നേടുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായിട്ടും മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇനി ഫുട്ബോളിൻ്റെ ദിനങ്ങളാണ് കാത്തിരിക്കുന്നത്. അഖിലോട്ട് പറകൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.